പിന്നെ അത് വയറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെയും ചൂടും പുക തന്നെ. പിന്നെ രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾ ഫാറൂഖ് കോളേജിലേക്ക് പോയതാണ്. അതേപോലത്തെ മാമൻ്റെ മൂത്ത മോളെ മദ്രസയിലേക്ക് കൊണ്ടാക്കാൻ പോയതാണ്. പിന്നെ ഫാറൂഖ് കോളേജിൻ്റെ വലിയൊരു വീഡിയോ തന്നെ എടുത്ത് വെച്ചിന്. അടുത്ത വീഡിയോ ആയിട്ട് അത് വരും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഒരു ദിവസമാണ് നിന്നതെങ്കിൽ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ അവിടെ ഫാറൂഖ് കോളേജിൽ പോയത് എൻ്റെ പൊന്നെ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അത്രയും വലിയ കോളേജ് കാണുന്നത്. മിക്കവാറും +1 ഇൻഷാ അള്ളാ പറ്റുകയാണ് ഞാൻ അവിടെ തന്നെ പോകുന്നു ഫിക്സഡ് ആക്കിയ കാര്യം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, കോഴിക്കോടുകാരെ നാട്ടിലുള്ള ആൾക്കാരെ ഞാൻ സമ്മതിച്ചൊരു കാര്യം, ചൂടാണ് ഗൈസ്. എന്തൊരു ചൂടാണോ, ചൂടെടുത്ത് മരിച്ചു പോവും ആൾക്കാർ, അത്രക്കും ചൂടാണ്. അവിടുത്തെ വെള്ളം, കുളിക്കാൻ എടുക്കുന്ന വെള്ളത്തിന് വരെ ചൂടാണ്. ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് കുറേ കാണിക്കാനുള്ളതൊക്കെ കാണിച്ച്, അവിടുത്തെ ഹോസ്പിറ്റലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എൻ്റെ മനസ്സിൽ നമ്മൾ മാനന്തവാടി ചെറിയ മെഡിക്കൽ കോളേജ് എന്നൊക്കെ വെച്ചപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജാണ്, പക്ഷെ അവിടുത്തെ ഒരു ഉപകാരമില്ലാത്തൊരു മെഡിക്കൽ കോളേജ് എന്ന് തന്നെ പറയാം. അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് കോഴിക്കോട് പോയത്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ആ ഒരു വലിയ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓരോ സെക്ഷനും ഓരോ ബിൽഡിങ്ങാണ്. ഹോസ്പിറ്റലിലത്തൊക്കെ വേഗം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇതാ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണ്, നമ്മളെല്ലാവരും കൂടിയാണ് കേട്ടോ കോഴിക്കോട് പോയത്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ബസ് കയറി. ബാക്കി വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. ഇന്നലെ ഒട്ടും ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ ബസ്സിൽ നിന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ മാനന്തവാടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.